മാക് 5 വേഗത, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ലേസർ വെപ്പൺസ്, അങ്ങനെ പലതും. ഈ 6ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയെ സൈനികമായി ഒരു സൂപ്പർ പവറാക്കി മാറ്റും. FCASൽ ലേസർ ആയുധങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ടാകും. അത് ശത്രുവിനെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നശിപ്പിക്കും. നെക്സ്റ്റ് ജനറേഷൻ വെപ്പൺ സിസ്റ്റം NGWS, അതും മറ്റു ബന്ധിപ്പിച്ച പ്ലാറ്റ്ഫോമുകളും ഉൾക്കൊള്ളുന്ന 6ാം തലമുറ കോമ്പാക്ട് എയർ സിസ്റ്റം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു യൂറോപ്യൻ സഹകരണ പദ്ധതിയാണ് FCAS അഥവാ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം. നിലവിലുള്ള 5ാം തലമുറ വിമാനങ്ങൾ, അതായത് F-35 പോലുള്ളവയെ അപേക്ഷിച്ച് FCAS വളരെ മുന്നിലായിരിക്കും. ഈ വിമാനത്തിന് മാക് 5 വേഗതയുണ്ടായിരിക്കും. അതായത് മണിക്കൂറിൽ 6174 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേഗതയിൽ ഹൈപ്പർസോണിക് വേഗത ആർജിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. FCASൽ എന്തൊക്കെ സവിശേഷതകളാണ് പ്രതീക്ഷിക്കുന്നത്? FCAS അഥവാ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റത്തിന് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉണ്ടായിരിക്കും. അത് ശത്രു റഡാറുകളിൽ നിന്ന് അദൃശ്യമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ഇതിനെ ഭാവിയിലെ ഒരു മികച്ച യുദ്ധ ആയുധമാക്കും. ശത്രുവിനെ ക്ഷണനേരം കൊണ്ട് നശിപ്പിക്കുന്ന ലേസർ ആയുധങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകളും ഇതിലുണ്ടാകും. യൂറോപ്പിലെ ഈ പരിപാടിക്ക് ഇന്ത്യക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കും? ഇന്ത്യ എപ്പോഴും ഫ്രാൻസിൻ്റെ വിശ്വസ്ത പ്രതിരോധ പങ്കാളിയായിരുന്നു. ഇപ്പോൾ ഈ പദ്ധതിയിൽ ഇന്ത്യക്ക് നിരീക്ഷക രാജ്യത്തിൻ്റെ പദവി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് സംഭവിച്ചാൽ ഈ വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യയും വികസന പ്രക്രിയയും കുറിച്ച് ഇന്ത്യക്ക് ആഴത്തിനുള്ള വിവരങ്ങൾ ലഭിക്കും. ഇതോടെ ഇന്ത്യയുടെ സ്വന്തം AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതി കൂടുതൽ ശക്തമാകും. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പ്രചാരണങ്ങൾക്ക് ഈ സംരംഭം പുതിയൊരു ഉണർവ് നൽകും. കൂടാതെ ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് യൂറോപ്പിൻ്റെ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെടാനുള്ള ഒരു സുവർണ അവസരം ലഭിക്കും. ഇതുകൊണ്ട് പാകിസ്ഥാൻ എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? SCAF അല്ലെങ്കിൽ FCAS പോലുള്ള നൂതന യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചാൽ അത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. നിലവിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള പഴയ വിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം ഇന്ത്യക്ക് ഇതിനകം റഫേൽ, സുഖോയ് പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ FCAS ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായാൽ ഇന്ത്യയുടെ വ്യോമ മേധാവിത്വം പൂർണ്ണമായും സമാനതകളില്ലാത്തതായിരിക്കും. പാകിസ്ഥാന്റെ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ജെറ്റിൻ്റെ കൃത്രിമ ബുദ്ധി, ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവയുമായി മത്സരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇന്ത്യ പ്രാദേശിക വ്യോമ ആധിപത്യം പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ചെയ്യും. അതേസമയം പാകിസ്ഥാൻ കരസ്ഥമാക്കിയിട്ടുള്ള ചില തന്ത്രപരമായ നേട്ടങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ FCAS സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൂടി ലഭിച്ചാൽ ഇന്ത്യയുടെ വ്യോമശക്തിയെ നേരിടുക എന്നത് ശത്രു രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിരിക്കും എന്ന് ഉറപ്പാണ്.